ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ത്രാഷിങ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകൾ പഠിച്ചു. വിർച്വൽ മെമ്മറി പഠിച്ചു, സ്വാപ്പിംഗ് പഠിച്ചു, ഒരുപാട് മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കുകളൊക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ അതിനകത്ത് വിർച്വൽ മെമ്മറിയിൽ നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു, പേജ് ഫാൾട്ട്. നമ്മളൊരു പേജ് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെയിൻ മെമ്മറിയിൽ ഇല്ലെങ്കിൽ പിന്നെ അത് പേജ് ഫാൾട്ട് ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡറി മെമ്മറി പോയിട്ട് ആക്സസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇങ്ങനെയുള്ള പേജ് ഫാൾട്ടും അങ്ങനെ പേജ് ഫാൾട്ട് ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് സ്വാപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഓൾറെഡി അവിടെ യൂസ് ചെയ്യാതെ കിടക്കുന്ന പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പേജ് ഫാൾട്ടും സ്വാപ്പിങ്ങും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഹൈ റേറ്റിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ത്രാഷിങ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താണ് ത്രാഷിങ് എന്ന് പഠിക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്, പിന്നെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. In case if the page fault and swapping happens very frequently at a higher rate, then the operating system has to spend more time swapping these pages. This state in operating system is termed as thrashing. Because of thrashing, the CPU utilization is going to be reduced. പേജ് ഫാൾട്ടും സ്വാപ്പിങ്ങും ഫ്രീക്വൻ്റ് ആയിട്ട് ഹൈ റേറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മോസ്റ്റ് ഓഫ് ദ ടൈമും ഈ സ്വാപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് പേജസ് സ്വാപ്പിങ് ചെയ്യുക, സ്വാപ്പ് ഔട്ട് ചെയ്യുക, സ്വാപ്പിങ് ചെയ്യുക, ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും കൂടുതൽ ടൈം. അപ്പോൾ നമ്മുടെ CPU-ൻ്റെ പ്രോസസ്സുകൾ ചെയ്യാൻ നമുക്ക് ടൈം കുറയും. അതുകൊണ്ട് തന്നെ CPU യൂട്ടിലൈസേഷൻ ഈ ത്രാഷിങ് കാരണം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. Let's understand by an example. If any process does not have the number of frames that it need to be support page in active use, then quickly page fault. അതായത് നമ്പർ ഓഫ് പേജ് ഫ്രെയിംസ് കുറവും, എന്നാൽ അതിനകത്ത് പേജസ് ഒക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കണം. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ലോഡ് ചെയ്ത് വരണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പേജ് ഫാൾട്ട് കൂടാനുള്ള സാധ്യത ഉണ്ട്. And at this point, the process must replace some pages. As all pages of the process are actively in use, it must replace page that will be needed again right away. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ പേജസും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ വൺ ആഫ്റ്റർ അനദറായിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പേജ് ഫ്രെയിംസ് നമുക്ക് കുറവും, എന്നാൽ നമുക്ക് ആവശ്യമുള്ള പേജസ് കൂടുതലും ആവുന്ന സാഹചര്യം വരുമ്പോൾ അതും റിപ്പീറ്റ് ചെയ്ത് സെയിം പേജസ് തന്നെ ഇങ്ങനെ ആവശ്യമായി വരുന്നത്. അതായത് ആക്റ്റീവാണ് എല്ലാ പേജസും, അതായത് എല്ലാ പ്രോസസ്സുകളും ആക്റ്റീവായി നടക്കുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പേജ് ഫാൾട്ട് കൂടുക. അങ്ങനെ ആകുമ്പോൾ സ്വാപ്പിംഗ് കൂടും. സോ നമുക്ക് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സുകൾ, അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ഇൻടേക്ക് എടുക്കുകയും ഔട്ട് ഗോയിങ് ആയുള്ള പ്രോസസ്സുകൾ കൂടുന്നതിനനുസരിച്ച് CPU യൂട്ടിലൈസേഷൻ കുറയും. അതാണ് ഈ ത്രാഷിംഗ് കൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. Consequently, the process will quickly fault again and again, replacing pages that it must bring back immediately. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ അറ്റ് എ ടൈമിൽ ചെയ്യുമ്പോൾ പേജ് ഫാൾട്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഫ്രെയിംസ് കുറവാണ്, നമ്പർ ഓഫ് ഫ്രെയിംസ് കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. മാത്രമല്ല എല്ലാ പേജസും ഒരേ ടൈം ആക്റ്റീവ് ആവുകയും ചെയ്തു, അതുകൊണ്ടാണ്. സോ നമുക്ക് ഈ പേജസൊക്കെ ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഇമ്മീഡിയറ്റ് ആയിട്ട്. ചിലപ്പോൾ ആ പേജ് റീപ്ലേസ് ചെയ്ത പേജ് നെക്സ്റ്റ് ടൈം വീണ്ടും ആവശ്യം വരും. അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഈ ത്രാഷിങ് ഉണ്ടാകുന്നത്. ദിസ് ഹൈ പേജിങ് ആക്ടിവിറ്റി ബൈ എ പ്രോസസ് ഈസ് കോൾഡ് ത്രാഷിങ്. നമ്മളീ പറഞ്ഞ ഹൈ പേജിങ് ആക്ടിവിറ്റിയുടെ നമ്മൾ എന്ത് പറയുക, ത്രാഷിങ് എന്ന് പറയുക. During thrashing, the CPU spends less time on some actual productive work, spend more time swapping. ഈ ത്രാഷിങ് സംഭവിക്കുമ്പോൾ CPU-ന് കൂടുതൽ ടൈം സ്വാപ്പിങ്ങിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. നമ്മളുടെ ആക്ച്വൽ പ്രൊഡക്റ്റീവ് വർക്കിനൊക്കെ വളരെ കുറച്ച് സമയം CPU-ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ത്രാഷിങ്ങിൻ്റെ ഒരു ഫിഗർ. മേലെ നിങ്ങൾക്ക് കാണാം, Y ആക്സിസിൽ കാണുന്നത് CPU യൂട്ടിലൈസേഷനാണ്, X ആക്സിൽ കാണുന്നത് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ത്രാഷിങ് എന്താണെന്ന് മനസ്സിലാകും. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂടുന്നതിനനുസരിച്ച് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, CPU യൂട്ടിലൈസേഷൻ ആകെ താന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ത്രാഷിങ് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ CPU യൂട്ടിലൈസേഷൻ വളരെ കുറവായി പോയത്. അതാണ് ത്രാഷിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ. അപ്പോൾ എക്സാമിന് ത്രാഷിങ് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. At the time when thrashing starts, then operating system try to apply either global page replacement algorithm or the local page replacement algorithm. ത്രാഷിങ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നതാണ് എങ്ങനെ ഇതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റായിട്ട് രണ്ട് രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റാണ് അപ്പോൾ ട്രൈ ചെയ്യുക. ത്രാഷിങ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റും പിന്നെ ഒന്ന് ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റുമാണ്. ഫസ്റ്റ് എന്താണ് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് നോക്കാം. ദ ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് ഹാസ് ആക്സസ് ടു ബ്രിങ് എനി പേജ് വെൻ എവർ ത്രാഷിംഗ് ഫൗണ്ട് ഇറ്റ് ട്രൈസ് ടു ബ്രിങ് മോർ പേജസ്.
ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് പേജും ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ്. വെനെവർ ത്രാഷിംഗ് ഫൗണ്ട് ഇറ്റ് ട്രൈസ് ടു ബ്രിങ് മോർ പേജസ്. എപ്പോഴൊക്കെ ത്രാഷിംഗ് നടക്കുന്നു അപ്പോൾ കൂടുതൽ പേജസിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യും. നമുക്കറിയാലോ ഒരു ഓട്ടപ്പാച്ചിലുണ്ടാവുമല്ലോ ലാസ്റ്റ് മൊമെൻറ്റിൽ, അതുപോലെ. ആക്ച്വലി ഡ്യൂ ടു ദിസ് നോ പ്രോസസ് ക്യാൻ ഗെറ്റ് എ ഫ്രെയിം ആസ് എ റിസൾട്ട് ദ ത്രാഷിംഗ് വിൽ ഇൻക്രീസ് മോർ ആൻഡ് മോർ. ഇങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രെയിംസ് പ്രോസസ്സിന് കിട്ടാതെ വരും. കാരണം ഒന്ന് ചെയ്യുമ്പോൾ അടുത്തിലേക്ക് ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ത്രാഷിങ് അതുകൊണ്ട് കൂടെയുള്ളൂ. സോ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് കൊണ്ട് ഉണ്ടാവുക. Thus, global page replacement algorithm is not suitable whenever thrashing happens. ഇത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല. അതുകൊണ്ട് തന്നെ, കാരണം നമ്മളത് സോൾവ് ചെയ്യാനാണ് ഈ ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് കൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ട്രൈ ചെയ്യുന്നത് എങ്കിലും അത് കൂടുതൽ ത്രാഷിങ് ഉണ്ടാക്കാനേ വഴി വെക്കുള്ളൂ. പിന്നെ വരുന്ന റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പേജ് റീപ്ലേസ്മെൻ്റ് ആണ്. അൺലൈക്ക് ദ ഗ്ലോബൽ പേജ്, ദ ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റ് വിൽ സെലക്ട് പേജസ് വിച്ച് ഓൺലി ബിലോങ് ടു ദാറ്റ് പ്രോസസ്. ലോക്കൽ പേജിൻ്റെ അകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന പേജസിനെ സെലക്ട് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരു പേജിനെ പോയി സെലക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സല്ല ഇവിടെ നടക്കുന്നത്. ഡ്യൂ ടു ദിസ് ദർ ഇസ് എ ചാൻസ് ഓഫ് റിഡക്ഷൻ ഇൻ ത്രാഷിങ്. അതുകൊണ്ട് തന്നെ ത്രാഷിങ് ഒരു പരിധി വരെ കുറക്കാൻ ശ്രമിക്കാൻ പറ്റും. പക്ഷേ ചില ഡിസഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. As it is also proved that there are many disadvantages of local page replacement, thus local page replacement is simply an alternative of global page replacement. നമുക്ക് ഈ ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റിന് ഗ്ലോബലിൻ്റെ ഒരു വേറെ ആൾട്ടർനേറ്റീവ് ആണ് എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഇതിന് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ അണ്ടറിലുള്ള മാത്രം ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ് കുറയും. അങ്ങനെ ആകുമ്പോഴും CPU യൂട്ടിലൈസേഷൻ കുറയും. അപ്പം അങ്ങനെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഇതിനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെൻ്റ് അല്ല ഇത്. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഈ ത്രാഷിങ് അവോയ്ഡ് ചെയ്യാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിലെ ടെക്നിക്സ് എന്തൊക്കെയെന്ന് നമ്മൾ നോക്കണം. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്നിക്സ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ ത്രാഷിങ്. As we have already told you, the local page replacement is better than global, but local page replacement have many disadvantages too. So it is not suggestible. അതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറേ ഡിസഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട്. സോ നമുക്ക് വേറെ ടെക്നിക്സുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് മോഡലാണ്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് ലൊക്കാലിറ്റി. നമ്മൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് പഠിച്ചിട്ടില്ലേ? അതായത് ഇപ്പോൾ മെമ്മറിയിൽ നിന്നൊക്കെ നമ്മളൊരു ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ വൺ ആഫ്റ്റർ അനദർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഇറ്റ് മേക്സ് യൂസ് ഓഫ് ദ പാരാമീറ്റർ ഇൻ ഓർഡർ ടു ഡിഫൈൻ ദ വർക്കിംഗ് സെറ്റ് വിൻഡോ. അങ്ങനെ നമ്മൾ ഈ ലൊക്കാലിറ്റി യൂസ് ചെയ്തുകൊണ്ട്, ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വർക്കിംഗ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ വർക്കിംഗ് സെറ്റിൻ്റെ ബേസിൽ മാത്രം പേജസ് എന്ത് ചെയ്യും? ആക്സസ് ചെയ്ത് കൊടുക്കും. ദ മെയിൻ ഐഡിയ ഈസ് ടു എക്സാമിൻ ദ മോസ്റ്റ് റീസെൻറ്റ് പേജ് റെഫറൻസ്. ഇതിനകത്തുള്ള മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്ത പേജസ്, അതേപോലെ തന്നെ അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള പേജസ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വർക്കിംഗ് സെറ്റ് ഫോം ചെയ്യുന്നത്. വാട്ട് ലൊക്കാലിറ്റി ഈസ് സേയിങ് ദ റീസെൻ്റ്ലി യൂസ്ഡ് പേജ് ക്യാൻ ബി യൂസ്ഡ് ആൻഡ് ഓൾസോ ദ പേജസ് ദാറ്റ് നിയർ ബൈ ദിസ് പേജ് ഓൾസോ ബി യൂസ്ഡ്. അതായത് ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ അതിന് റീസെൻ്റ്ലി യൂസ് ചെയ്ത പേജസും നിയർ ബൈ ആയിട്ടുള്ള പേജസൊക്കെ നമുക്ക് ഈ വർക്കിംഗ് സെറ്റ് മോഡലിൽ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ടെക്നിക്കാണ് വർക്കിംഗ് സെറ്റ്. ദ സെറ്റ് ഓഫ് പേജസ് ഇൻ ദ മോസ്റ്റ് റീസെൻറ്റ് പേജ് റെഫറൻസ് ഈസ് നോൺ ആസ് വർക്കിംഗ് സെറ്റ്. നമ്മൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള പേജ് റെഫറൻസിൽ വരുന്ന പേജസുകളാണ് ഈ വർക്കിംഗ് സെറ്റിൽ ഉണ്ടായിരിക്കുക. ഇഫ് എ പേജ് ഈസ് ഇൻ ആക്റ്റീവ് യൂസ് ദെൻ ഇറ്റ് വിൽ ബി ഇൻ ദ വർക്കിംഗ് സെറ്റ്. ഒരു പേജ് ആക്റ്റീവ് യൂസിലാണെങ്കിൽ അതിന് നമ്മൾ വർക്കിംഗ് സെറ്റിൽ കൊണ്ടുപോയിടും. ഇൻ കേസ് ഇഫ് ദ പേജ് ഇസ് നോ ലോങ്ങർ ബീയിങ് യൂസ്ഡ് ദെൻ ഇറ്റ് വിൽ ഡ്രോപ്പ് ഫ്രം ദ വർക്കിംഗ് സെറ്റ് ആഫ്റ്റർ ലാസ്റ്റ് റെഫറൻസ്. അതല്ല പേജ് ആക്റ്റീവ് അല്ല, ഇപ്പോൾ അടുത്തൊന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ വർക്കിംഗ് സെറ്റിൽ നിന്ന് അതിനെന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ദ വർക്കിംഗ് സെറ്റ് മെയിൻലി ഗീവ് അപ്രോക്സിമേഷൻ ഓഫ് ലൊക്കാലിറ്റി ഓഫ് ദ പ്രോഗ്രാം. ഈ വർക്കിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കാലിറ്റി ഓഫ് പ്രോഗ്രാമിൻ്റെ ബേസിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദിസ് വർക്കിംഗ് സെറ്റ് മോഡൽ അവോയ്ഡ് ത്രാഷിംഗ് വൈൽ കീപ്പിംഗ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ആസ് ഹൈ ആസ് പോസിബിൾ. നമ്മൾ ഈ വർക്കിംഗ് സെറ്റ് മോഡൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് മാക്സിമം കൊണ്ടുവന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രാഷിംഗ് ഒരു പരിധി വരെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഏത് പ്രോസസ്സ് എടുത്ത് നോക്കിയാലും ഒന്നുകിൽ അതിന് ശേഷമുള്ള പേജസ് ആയിരിക്കും വരേണ്ടി വരിക, അല്ലെങ്കിൽ അതിന് നിയർ ബൈ ആയിട്ടുള്ള പേജസ് ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്കിംഗ് സെറ്റ് ഉണ്ടാക്കിയിട്ട് ത്രാഷിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോളിസിയാണ് പേജ് ഫോൾട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ടെക്നിക്. ദ വർക്കിംഗ് സെറ്റ് മോഡൽ ഈസ് സക്സസ്ഫുൾ ആൻഡ് ഇറ്റ്സ് നോളജ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ പ്രിപ്പയറിംഗ്, ബട്ട് ഇറ്റ് ഈസ് എ വെരി
clumpy approach in order to avoid thrashing. വർക്കിംഗ് സെറ്റ് മോഡിൽ സക്സസ്ഫുൾ ആണ്. കുറേയൊക്കെ നമുക്ക് ത്രാഷിങ് ഒഴിവാക്കാൻ പറ്റുമെങ്കിലും അത് കുറച്ചുകൂടെ ഒരു അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല ത്രാഷിങ്. അതിനേക്കാൾ ഒന്നുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. അതിൻ്റെ പേരാണ് പേജ് ഫോൾട്ട് ഫ്രീക്വൻസി. ആൻഡ് ഇറ്റ് ഈസ് മോർ ഡയറക്റ്റ് അപ്രോച്ച്. അതൊന്നുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നമുക്കത് ബാലൻസ് ചെയ്ത് ത്രാഷിങ് ഉണ്ടാവാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ പേജ് ഫോൾട്ട് ഫ്രീക്വൻസി ത്രൂ പോസിബിളാണ്. The main problem is how to prevent thrashing, as thrashing has a high page fault rate and also we want to control the page fault rate. ഇതിനകത്ത് വരുന്ന മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ത്രാഷിങ് ഒഴിവാക്കുക എന്ന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേജ് ഫാൾട്ട് റേറ്റ് കുറക്കണം. സോ നമുക്ക് ഈ പേജ് ഫാൾട്ട് റേറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ പേജ് ഫാൾട്ട് ഫ്രീക്വൻസിയിലൂടെ ശ്രമിക്കുന്നത്. When the page fault is too high, then we know that the process need more frames. പേജ് ഫാൾട്ട് വളരെ കൂടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫ്രെയിംസ് വേണ്ടി വരും. Conversely, if the page fault rate is too low, then the process may have too many frames. അതേപോലെ പേജ് ഫാൾട്ട് കുറവാണ് എന്നുള്ളതിനർത്ഥം എന്താണ്, അത്രയും പേജ് ഫ്രെയിംസ് ഉണ്ട് എന്നാണ്. ഇപ്പോൾ പേജ് ഫ്രെയിംസ് കുറയുമ്പോഴാണല്ലോ പേജ് ഫാൾട്ട് കൂടി പ്രശ്നങ്ങളും ട്രാഷിങ്ങൊക്കെ ഉണ്ടാവുന്നത്. സോ നമുക്കത് ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രാഷിങ് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പേജ് ഫാൾട്ട് ഫ്രീക്വൻസിക്കകത്ത് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. പേജ് ഫാൾട്ട് റേറ്റാണ് വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് ഫ്രെയിംസ് എക്സ് ആക്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അപ്പർ ബൗണ്ടിൽ എത്തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ഫ്രെയിംസ് കൂട്ടി കൊടുക്കേണ്ടി വരും. കാരണം പേജ് ഫാൾട്ട് റേറ്റ് കൂടി എന്നാണ് അർത്ഥം. ലോവർ ബൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രെയിംസ് അത്ര ആവശ്യമില്ല. കാരണം എന്താണ്, പേജ് ഫാൾട്ട് റേറ്റ് കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ അപ്പർ ബൗണ്ടിലും ലോവർ ബൗണ്ടിൻ്റെയും മേലെ പോവാതെ, അതായത് ഇതിൻ്റെ മേലക്കും പോകാൻ പാടില്ല, ഇതിൻ്റെ താഴേക്കും പോവാതെ ഇത്രയും ഏരിയയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം നമ്മളുടെ പേജ് ഫാൾട്ടിന്. എന്നാൽ നമുക്ക് ത്രാഷിങ് ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ പേജ് ഫാൾട്ട് ഫ്രീക്വൻസിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. വി ക്യാൻ എസ്റ്റാബ്ലിഷ് അപ്പർ ആൻഡ് ലോവർ ബൗണ്ട് ഓൺ ദ ഡിസൈർഡ് പേജ് ഫാൾട്ട്. ഇഫ് ദ ആക്ച്വൽ പേജ് ഫാൾട്ട് റേറ്റ് എക്സീഡ് ദ അപ്പർ ലിമിറ്റ്, then we will allocate process to another frame. And if page fault rate falls below the lower limit, then we can remove the frame from the process. അതായത് അപ്പർ ലിമിറ്റിന് മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, ഫ്രെയിംസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ല ആ ലോവർ ബൗണ്ടിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഫ്രെയിംസ് ആവശ്യമില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതായത് പേജസ് ലോഡ് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ അത് സസ്പെൻഡ് ചെയ്ത് കൊടുക്കാം. Thus, with this we can directly measure and control the page fault rate in order to prevent thrashing. So ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പേജ് ഫാൾട്ട് മെഷർ ചെയ്യാനും അതിലൂടെ ത്രാഷിങ് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. അതാണ് പേജ് ഫാൾട്ട് ഫ്രീക്വൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ത്രാഷിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.